ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വൺസ് അഗെയിൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള വളരെ ഹെൽത്തിയുമായിട്ടുള്ള എള്ളുണ്ടയാണ്. എള്ളുണ്ടയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാനിത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ശർക്കരയാണ്. അതുകൊണ്ട് പഞ്ചസാരയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് പഞ്ചസാരയുടെ അത്രയും ദോഷമില്ല, വളരെ ഹെൽത്തിയുമാണ്. എന്നാൽ ഞാനിത് ഇപ്പോൾ തന്നെ ചെയ്ത് കാണിക്കാം. എള്ളുണ്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് എള്ള എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ള എള്ളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറുപ്പോ വെള്ളയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് അൺപോളിഷ്ഡ് ആയിട്ടുള്ള എള്ളാണ്. ഇത് 150 ഗ്രാമോളം ഉണ്ട്. 1/2 കപ്പ് ചീകിയ ശർക്കര. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കി കൂടാണ്. നിങ്ങൾക്ക് അവിടെ ചിക്കി കൂട് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സാധാരണ ശർക്കര ഉപയോഗിക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ഞുറുക്കിയ കപ്പലണ്ടി. ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത കപ്പലണ്ടിയാണ്. എള്ളുണ്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ എള്ള് ഡ്രൈ റോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറേശ്ശെയായിട്ട് എള്ളിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇങ്ങനെ പൊരിഞ്ഞ് വരത്തില്ല. ഇപ്പോൾ ഇതിങ്ങനെ പൊട്ടി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇതെല്ലാം അങ്ങ് പൊട്ടി വരും. അതുപോലെ ഇതിൻ്റെ എള്ളിൻ്റെ കളറും ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യും. ഒരു മീഡിയം തീയിലിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഇടാം. ഈ ബാക്കിയിരിക്കുന്ന എള്ളും കൂടി ഇട്ട് പെട്ടെന്ന് ഇത് പൊരിഞ്ഞ് കിട്ടും. ഒരു 2 മിനിറ്റേ എടുക്കുള്ളൂ. എന്ത് പെട്ടെന്ന് ഈ എള്ള് പൊരിഞ്ഞ് വന്നു. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ എള്ളെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തു. അടുത്തതായിട്ട് ഈ സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ശർക്കരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചീകി വെച്ചിരുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ പതുക്കെ ഉരുക്കിയെടുക്കുക. പെട്ടെന്ന് ഇത് ഉരുകി കിട്ടും. ഇതിൻ്റെ പരുവം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം നല്ലതായിട്ട് ഉരുകി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് എടുക്കും. എന്നിട്ട് ഒരു ശകലം വെള്ളത്തിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാതെ നല്ല ഉരുണ്ട് വന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിടുമ്പോൾ നല്ല സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ പരുവം ശരിയായി എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 തുള്ളി ഇടുക. എന്നിട്ട് അത് സ്പ്രെഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ഒരല്പം കഴിഞ്ഞിട്ട് എടുത്ത് താഴോട്ടൊന്ന് ഇടുമ്പോഴത്തേക്ക് നല്ല സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരുവം ശരിയായി. ഇപ്പം കറക്റ്റായി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് പെട്ടെന്നാകും. ഒരു 3-4 മിനിറ്റിൽ കൂടുതൽ എടുക്കത്തില്ല. ഇനി നമുക്കിത് ഈ കപ്പലണ്ടിയും ഈ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം. ഇപ്പം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉരുട്ടിയെടുക്കാം. ഒന്നുകിൽ കയ്യിൽ അല്പം വെള്ളം തൂക്കുകയോ അല്ലെങ്കിൽ അല്പം നെയ്യ് തൂക്കുകയോ ചെയ്തിട്ട് പെട്ടെന്ന് ഉരുട്ടിയെടുക്കണം. 1 സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാനിപ്പോൾ അല്പം നെയ്യ് തേക്കാൻ പോകണേ.
ഇത് ചൂടാണ്. ഈ നെയ്യേക്കാളും നല്ലത് വെള്ളമാണ്. ഇതുപോലെ ഉരുട്ടിയിടുക. ഇൻ കേസ് ഒന്ന് കട്ടിയായി പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ഉരുകി കിട്ടും. ഇതുപോലെ നിമിഷങ്ങൾക്കകം എള്ളുണ്ട തയ്യാർ. എന്ത് എളുപ്പമായിട്ടുള്ളത്, കഴിക്കാനും എന്ത് നല്ലത്. അവസാനത്തെ ആയപ്പോഴത്തേക്ക് അങ്ങ് കട്ടിയായിപ്പോയി. അങ്ങനെ നമ്മളുടെ എള്ളുണ്ട റെഡിയായി. നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്ത് വേഗത്തിലായി എള്ളുണ്ട തയ്യാറാക്കിയെന്ന്. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കാൻ പോകുന്ന സമയം പോലും ഞാൻ എടുത്തില്ല. അത്രയ്ക്കും വേഗത്തിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തത്. അതും നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി വളരെ നല്ലതായിരിക്കും. അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ടാവും. നിങ്ങളും ഇത് ദയവായി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലുകളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഒരു അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.